പ്രതിഭാഗത്തിനും പ്രോസിക്യൂഷനും ഒരുപോലെ ആശങ്കയുണ്ടാക്കിയിരുന്ന ഒരു കേസാണ് ടി.പി. കേസ്. പ്രതിഭാഗം കൂടുതൽ പേരെ വെറുതെ വിടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. അതുപോലെ തന്നെ പ്രോസിക്യൂഷനിലും ചില ആശങ്കകൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കേസിലെ ആദ്യ സാക്ഷികളെ സംബന്ധിച്ച തർക്കമാണ് പ്രതിഭാഗം കോടതിയിൽ പ്രധാനമായും ഉയർത്തിയത്. പക്ഷേ ഇന്ന് 10:30 ആ സുപ്രധാനമായ വിധി പ്രസ്താവം വന്നപ്പോൾ ഹൈക്കോടതി ചിന്തിച്ചത് ടി.പി. കേസിലെ വലിയ ഗൂഢാലോചനയെക്കുറിച്ചാണ്. അതുകൊണ്ടാണ് നേരത്തെ വെറുതെ വിട്ട 2 പ്രതികളെ, കേസിലെ 10ാം പ്രതിയായ കെ കൃഷ്ണനെയും 12ാം പ്രതിയായ ജ്യോതി ബാബുവിനെയും കൂടി കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. അതിനും അപ്പുറത്തേക്ക് കോടതി ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്ന കൊലയാളി സംഘങ്ങളടക്കം 12 പ്രതികൾ, ആ 12 പ്രതികളുടെ കാര്യത്തിൽ അവരുടെ ശിക്ഷ ഉയർത്തുന്ന കാര്യത്തിലും കോടതിയുടെ സുപ്രധാനമായ തീരുമാനം വരാനിരിക്കുകയാണ്. ഈ മാസം 26-ന് ഈ ശിക്ഷിക്കപ്പെട്ട പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തത്തിൽ നിന്ന് വധശിക്ഷയായി ഉയർത്തണമോ എന്ന കാര്യത്തിലുള്ള സുപ്രധാനമായ തീരുമാനം ഹൈക്കോടതിയിൽ നിന്ന് വരികയും ചെയ്യും. ഏറ്റവും നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. അഭിപ്രായം പറഞ്ഞതിനാണ് ചന്ദ്രശേഖരനെ പാർട്ടി ആലോചിച്ച് വെട്ടിക്കൊന്നത്. ഇപ്പോൾ കോടതി കൂടുതലായി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ 10ഉം 12ഉം പ്രതികൾ, അവരോട് 26-ന് കോടതിയിൽ ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന മറ്റു പ്രതികൾ, അവരെയും 26-ന് കോടതിയിൽ ഹാജരാക്കണം. ഈ പ്രതികളോട് കോടതി ശിക്ഷ സംബന്ധിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ഉന്നയിക്കും. അതിനുശേഷമായിരിക്കും ജീവപര്യന്തത്തിൽ നിന്ന് വധശിക്ഷയിലേക്ക് ഈ കേസിൽ ഇപ്പോൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയിരിക്കുന്ന പ്രതികളുടെ ശിക്ഷ വർദ്ധിപ്പിക്കണമോ എന്ന കാര്യത്തിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൻ്റെ തീരുമാനം വരുന്നത്. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ലാർജർ കോൺസ്പിറസിയിലേക്ക് കോടതി കടന്നിരിക്കുന്നു എന്നതാണ്. പ്രോസിക്യൂഷൻ ഈ കേസിൽ ഈ അപ്പീലിൽ വാദം നടക്കുന്ന സമയത്ത് സാക്ഷികളുടെ വിശ്വാസ്യത സംബന്ധിച്ച് പ്രതിഭാഗം സംശയം ഉന്നയിച്ചപ്പോൾ അവർ എടുത്ത പ്രധാനപ്പെട്ട തന്ത്രമെന്നത് 2009 മുതൽ ടി.പി. ചന്ദ്രശേഖരനെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനകൾ നടന്നുവെന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകൾ കോടതിയിൽ ഹാജരാക്കി. ആ ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇതിലെ വലിയ ഗൂഢാലോചനയിലേക്ക് അവരുടെ വാദങ്ങൾ മുന്നോട്ട് പോയത്. ആ വാദങ്ങളാണ് പ്രോസിക്യൂഷനെ ഈ കേസിൽ ഇപ്പോൾ സഹായിച്ചിരിക്കുന്നത്. കെ കൃഷ്ണനും ജ്യോതി ബാബുവും കൂടി ഇതിൽ കുറ്റക്കാരായി വരുമ്പോൾ CPM കൂടുതൽ പ്രതിക്കൂട്ടിലാവും. കാരണം CPMൻ്റെ പ്രധാനപ്പെട്ട ആ ഭാഗത്തെ പ്രവർത്തകരാണ് കെ കൃഷ്ണനും ജ്യോതി ബാബുവും. കെ കൃഷ്ണനാണ് ടി.പി. ചന്ദ്രശേഖരൻ്റെ തല പൂക്കുല പോലെ ചെതറിക്കുമെന്ന് പ്രസംഗിച്ചത്. ആ പ്രസംഗമാണ് കെ കൃഷ്ണന് വിനയായി മാറിയത്. ജ്യോതി ബാബുവിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ കേസിൽ കെ സി രാമചന്ദ്രൻ ജ്യോതി ബാബുവിനെയാണ് ആദ്യമായി ഈ കൊട്ടേഷന് വേണ്ടി സമീപിക്കുന്നതെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അങ്ങനെ ആ 2 പ്രതികൾ കൂടി ഈ കേസിൻ്റെ ഭാഗമായി വരുമ്പോൾ CPMലേക്ക് നേരിട്ട് കെ രമ വിരൽ ചൂണ്ടുകയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 26-ന് ഹൈക്കോടതി ഈ കേസിൽ എന്ത് തീരുമാനമെടുക്കുമെന്നതാണ്. പ്രതികളുടെ ശിക്ഷ വധശിക്ഷയിലേക്ക് ഉയർത്തുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാൻ പോകുന്നതും ഈ ടി.പി. കേസ് തന്നെയായിരിക്കും.